നടക്കടാ. ആശി ഹലോ, അസ്സലാമലൈക്കും. HSH വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പൊന്നാനി എന്ന സ്ഥലത്തുള്ള ചെറിയ ബോട്ട് സവാരി. അവിടെ ഒരു പൊന്നാനി എന്ന് ഒരു കർമ്മ റോഡ് എന്ന് പറയും. ആ റോഡിൻ്റെ ഒരു വശം പുഴയാണ്. ആ പുഴയിലുള്ള ബോട്ട് സവാരി നല്ല ഭംഗിയായിട്ട് കാണാൻ. കൂട്ടായി കടലിൽ കത്തൂല, കൂട്ടായി അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. ഇവിടെ നിന്ന് പോയിട്ട് പൊന്നാനി ഈ കർമ്മ റോട്ടിൽ നിന്ന് പോയിട്ട്. അപ്പോൾ പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല രസമുണ്ട് കാണാൻ. വൈകുന്നേരം സമയത്ത് പോകുന്നതാണ് ഏറ്റവും ഭംഗി. ബോട്ട് സവാരി രാവിലെ മുതലുണ്ട്, പക്ഷേ നമ്മൾ വൈകിട്ട് പോകുമ്പോൾ നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസം. നമ്മളിപ്പോൾ പോയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ നിൽക്കണ ഒരു 10 ആൾ 15 ആൾ അങ്ങനെ ആയാലേ വോട്ട് പോവുള്ളൂ. അപ്പം നമ്മളാണ് ഫസ്റ്റ് കയറിയത്. വേറെയും അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വോട്ടിലിരിക്കുകയാണ്. അപ്പോൾ ആളായിട്ടേ പോവുള്ളൂ. അപ്പം നമ്മൾ 5 ആൾ കൂടാണ് പോണത്, വേറെ ആരും ഇല്ല കേട്ടോ. നമ്മൾ വൈകുന്നേരം ഇതിപ്പം നമ്മൾ ഓർഡറൊക്കെ എടുക്കൽ കഴിഞ്ഞു. ഒരു 5:30 6 മണിക്കാണ് നമ്മൾ പോണത്. ഇന്നത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ, 2-3 ദിവസം മുന്നേ ഉള്ളതാണ്. എഡിറ്റ് ചെയ്ത് വെച്ച് ഇടാനേ പറ്റിയില്ല. അപ്പം നമ്മളൊരു ചെറിയ വ്ളോഗായിട്ട് ഇടാൻ വിചാരിച്ച്. അപ്പോൾ അസ്തമയമാണ് കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ പുഴയും അങ്ങനെ നല്ലൊരു ഫീല്. നമ്മൾ നല്ല എന്താണ് ഒരു മനസ്സിൽ നല്ല ടെൻഷനും അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ആ സമയത്തൊക്കെ പോയാൽ നല്ല റിലീഫ് കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ. നല്ല കാറ്റും അവിടെ പോയിട്ട് ആ റോഡിൻ്റെ അരുവിൽ വെറുതെ ഇരിക്കാനും നല്ല രസമാണ് കേട്ടോ. ബോട്ട് സവാരി ചെയ്യണമെന്നൊന്നുമില്ല, നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ഞങ്ങൾ അപ്പുറത്തൊക്കെയുള്ള ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ സവാരി ഇല്ല. പിന്നെ കുറച്ചപ്പുറം മീനിൻ്റെ ബോട്ടുകളുണ്ട് പൊന്നാനി ഹാർബറിൽ. അവിടേക്കൊന്നും പോയിട്ടില്ല. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണാമെന്നല്ലാതെ അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ കർമ്മ റോട്ടിൽ പോയി അവിടെ ബോട്ടിൽ കയറി നമ്മൾ ഒന്ന് എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോന്നു കേട്ടോ. അത്രയേ ഉള്ളൂ, അത്രയും സമയമുള്ളൂ. നമുക്കിപ്പോൾ സമയം വളരെ കുറവാണ്. നമുക്ക് സമയം തന്നെയല്ലേ ഈ ഓർഡറും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 5 മണി വരെ എന്ന് പറഞ്ഞാലും നമ്മൾ 5 മണി കഴിഞ്ഞിട്ടും ചില ഓർഡർ എടുക്കും. എന്നിട്ടും എല്ലാവർക്കും പരാതിയാണ്, അവരത് മെസ്സേജ് എടുക്കുന്നത്. പക്ഷെ നമ്മളത് ചെയ്യാൻ നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ. അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഓർഡർ എടുത്താലും ചില സമയത്തുള്ള വർത്താനം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും. നിർത്തിപ്പോയാലെന്നൊക്കെ വിചാരിക്കും. പിന്നെ നമ്മളൊരു ഇതല്ലേ ജോലിയല്ലേ വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പം പക്ഷെ ഞങ്ങൾ പോകാൻ സമയമായി തുടങ്ങിയിരിക്കുന്നു. 6 മണിയൊക്കെ കഴിഞ്ഞ് 6:15 ആ ടൈമിലാട്ടോ നമ്മൾ കയറിയത്. പിന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല നമ്മൾ അവിടെ കടലിൻ്റെ അടുത്ത് എത്തുന്ന കുറച്ച് മുമ്പായിട്ടാണ് നമ്മൾ തിരിച്ച് പോരുന്നത്. കടലിൻ്റെ അടുത്തേക്ക് പോവില്ല, അതിന് മുമ്പ് തന്നെ തിരിച്ച് പോരുന്നു കേട്ടോ. ഇങ്ങനെ ഭംഗിയുള്ള സ്ഥലമാണ്. പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് കാണാം. നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എൻ്റെ മോനാണത്. ചില ആൾക്കാർ മോനെ ചോദിച്ചിരുന്നു. മോനും 2 മോനും 1 മോളുമാണ്. അപ്പോൾ
ബാക്കിലൊക്കെ കാണുന്നത് നമ്മുടെ അന്ന് പോയ ബീച്ചാണ്. കാറ്റാടി മരങ്ങൾ നിൽക്കുന്നത് അവിടെയാണ്. കടലും പുഴയും കൂടെ ഒന്നായിട്ട് അപ്പുറത്ത് കടലാണ്. അപ്പം അങ്ങോട്ട് പോകില്ല, ഇവിടെ അങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് പിന്നെ തിരിച്ചിട്ട് റിവേഴ്സ് പോകുക. നമ്മൾ പോയടത്ത് തന്നെ പോയിട്ട് അവിടെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യൂട്ടോ, നമ്മൾ കയറിയവിടെ തന്നെ. അപ്പം നമ്മൾ റിവേഴ്സ് പോവുകയാണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ മനസ്സൊന്ന് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു കർമ്മ റോട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഇരുന്നാൽ മതി. ബോട്ട് യാത്ര ഒന്നും വേണ്ട. പക്ഷെ എന്നാലും നമ്മൾ ബോട്ട് യാത്ര ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. അപ്പം നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട്, ഞങ്ങൾ പൊട്ടുമ്പോൾ ലൈറ്റൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു 7 മണി 7:30 ആ ടൈം ആയിക്കണേ. 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ടൈമാണിപ്പോൾ. അപ്പം പൊന്നാനിയിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണ് നിർത്തിയിട്ടിരുന്നത്. അതൊക്കെ അതിൻ്റെ അടുത്ത് കൂടെ നമ്മൾ പോണത്.